ഉസ്താദ് ഹോട്ടൽ മൂവിയിലെ ഈ ഒരു ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു മൂവിയിലെ ആ ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, വയറ് നിറക്കാൻ ആരെ കൊണ്ട് പറ്റും, കഴിക്കുന്നവരുടെ മനസ്സെന്ന് അറിയണം. അതാണ് ഈ ഒരു മൂവിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. ഞാനും എന്റെ വീടിന്റെ അടുത്തുള്ള ഫ്രണ്ട്സും കൂടിയിട്ട് ഈ ഒരു മൂവിയായിട്ട് ഒരു മെമ്മറി ഉണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2012 ഈ മൂവി ഇറങ്ങുന്നത്. ഞാൻ +2 പഠിക്കുന്ന സമയം. ഇപ്പൊ ഏകദേശം ഒരു 14-15 വർഷത്തോളം അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവി കാണാൻ അന്ന് ഞങ്ങളുടെ ബൈക്കൊന്നുമില്ല, 1-2 പേരല്ലേ ഉള്ളൂ. വീടിന്റെ അടുത്തുള്ള ഫ്രണ്ട്സാണ്. ഈ മൂവി ഭയങ്കര റിവ്യൂ, ഇറങ്ങിയ സമയം ഭയങ്കര റിവ്യൂ. ഈ മൂവി കാണാൻ പോവാന്ന് വിചാരിച്ച് അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങള് പ്ലാൻ ചെയ്ത്. അപ്പൊ ഞങ്ങൾ വീടിന്റെ അടുത്ത് ഒരു മദർസയും പള്ളിയും കാര്യങ്ങളെല്ലാം കൂടി ഉണ്ട്. അതിന്റെ അടുത്ത് ചുറ്റിപ്പറ്റിയാണ് ഞങ്ങളുടെ ഗ്യാങ് കൂടല്. അങ്ങനെ പ്ലാൻ ചെയ്ത് ഞങ്ങള് ബസ്സിന് പോവാന്ന് വെച്ച്. കാരണം 2 പേരല്ലേ ബൈക്കുള്ളൂ. അപ്പൊ പിന്നെ ബസ്സിന് പോകണം. ബസ്സിന് പോയി സെക്കൻഡ് ഷോ ചാലക്കുടി കയറി. എന്റെ തൃശ്ശൂർ ചാലക്കുടി മാളെടുത്താണ് എന്റെ വീട്. അപ്പൊ ചാലക്കുടിയിലെ ഈ മൂവി കണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയി. പിന്നെ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് ഒരു അടിപൊളി മൂവി, നല്ല പെർഫോമൻസ്, ദുൽഖർ സൽമാന്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് മൂവി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല ഹാപ്പി ആയി ജോലിയായി. പക്ഷെ ഞങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് ലാസ്റ്റ് ബസ് മിസ്സായി. 10-15 കിലോമീറ്റർ വീടിന്റെ അവിടെ നിന്നുണ്ട്. പിന്നെ ഒരു രക്ഷയില്ല പല വിധത്തിൽ. അന്ന് ക്യാഷൊക്കെ ഷോർട്ടേജ് ആണ്. കാരണം നമ്മൾ പഠിക്കുന്ന സമയമാണല്ലോ, ആരും ജോലിക്കാരും അങ്ങനെ ഒന്നുമില്ല. അപ്പോ തീരുമാനിച്ച് നടക്കാം. പാതിരാത്രിക്ക് തിരിച്ച് വീട്ടിലോട്ട് നടന്ന് കുറേ ദൂരം നടന്ന് ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കാർ ലിഫ്റ്റ് കിട്ടിയതും പിന്നെ ഞങ്ങൾ അതിൽ കയറി വീടിന്റെ അവിടെ വന്നതും. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതേപോലെ ഒരു മൂവി കാണാൻ പോയത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡന്റോ ഇതേപോലെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്തേക്ക്, ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ കാണുന്ന എൻ്റെ ചങ്ക് ഫ്രണ്ട്സുകൾ കൂടെ ഉണ്ടെങ്കിൽ അവരൊന്ന് കമന്റ് ചെയ്യണേ. അവരെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്.